ഒക്ടോബർ പകുതി തൊട്ടേ അതിരാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല മൂടൽമഞ്ഞാണ്. എനിക്ക് ഈ ഒരു കാലാവസ്ഥ വലിയ ഇഷ്ടമാണ് കേട്ടോ. ക്രിസ്മസിന് ഇനിയും ഒരു മാസം ഉണ്ടെങ്കിലും ഇപ്പോഴേ ആ ഒരു ഫീലൊക്കെയാണ് രാവിലെ എണീറ്റാൽ ഈ കാഴ്ച തരുന്നത്. രാവിലെ തന്നെ എൻ്റെ കാറ്റ്സ് ക്ലബിൻ്റെ ചുവട്ടിലൊക്കെ പോയി നിൽക്കാൻ വലിയ ഇഷ്ടമാണ്. നിറയെ തളിരിലകൾ വന്ന കാരണം ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ മുറ്റത്തെ മുല്ലയിൽ നിറയെ മുട്ടിട്ടതൊക്കെ കണ്ട് കുറച്ച് മുല്ലപ്പൂവുമായി നേരെ അടുക്കളയിൽ പരിപ്പൊന്നും ഇടാണ്ട് ഈ കാണുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വെറും 10 മിനിറ്റിൽ നല്ല കൂറുകുറുത്ത സാമ്പാറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നെറ്റിച്ചുളിക്കണ്ട, വെറും 10 മിനിറ്റ് മതിയെന്നേ. ബാച്ചിലേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സേവ് ആക്കിക്കോ. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, ജീരകം, ഉലുവ എന്നിവ ചേർത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് വഴറ്റണം. എല്ലാം മൂത്ത് വരുമ്പോൾ പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് ഇളക്കണം. പൊടികളുടെ പച്ചമണം മാറിയാൽ അതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോയും കുറച്ച് വെണ്ടക്കായും ചേർത്ത് ഇളക്കാം. അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളവും ചേർത്ത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇവനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം. ഈ കാണുന്നത് കടലമാവാണേ. ഞാനിവിടെ 1 സ്പൂൺ കടലമാവാണ് എടുത്തേക്കുന്നത്. 1 സ്പൂൺ കടലമാവിന് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാമ്പാറിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഏകദേശം ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പിലയും കുറച്ച് അധികം മല്ലിയിലയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ബോംബെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ശരവണ ഭവൻ പോലുള്ള വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇഡ്ഡലി, ദോശയുടെ കൂടെ കിട്ടുന്ന സാമ്പാറിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. ഡെഫിനറ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ താങ്ക് മീ ലേറ്റർ. ബൈ.